2008 ലോകം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലായിരുന്നു. വൻകിട ബാങ്കുകൾ തകർന്നു, കോടിക്കണക്കിന് ആൾക്കാരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. അക്കാലത്ത് മാധ്യമപ്രവർത്തകർ ലോകപ്രശസ്ത നിക്ഷേപകനായ വാറൻ ബഫറ്റിനോട് ചോദിച്ചു, ഈ പ്രതിസന്ധിക്കിടയിലും നിങ്ങൾ ഇത്ര ആത്മവിശ്വാസത്തോടെ എങ്ങനെ നിൽക്കുന്നു? ബഫറ്റിൻ്റെ മറുപടി വളരെ ലളിതമായിരുന്നു. എനിക്ക് കൃത്യമായി അറിവില്ലാത്ത ഒന്നിലും ഞാൻ നിക്ഷേപിക്കാറില്ല. ആഗ്രഹവും ആശയവും അറിവും അധ്വാനവും ഉണ്ടെങ്കിൽ ആർക്കും ജീവിത വിജയം നേടാം. ഒരാൾക്ക് വിജയിയാകാനുള്ള സകല ഒറ്റമൂലികളും ഈ ഒരു മറുപടിയിലുണ്ട്. സമ്പന്നനാകണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഓഹരികളിൽ നിക്ഷേപിക്കാമെന്നതായിരുന്നു ആ ആഗ്രഹ സാഫല്യത്തിനായി അദ്ദേഹം വളർത്തിയെടുത്ത ആശയം. ആയിരക്കണക്കിന് പുസ്തകങ്ങളിലൂടെയും ജേണലുകളിലൂടെയും ആ ആശയത്തെ അദ്ദേഹം അറിവാക്കി മാറ്റി. പിന്നെ പതിറ്റാണ്ടുകളോളം ക്ഷമയോടെയും അച്ചടക്കത്തോടെയും കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ ആഗ്രഹവും ആശയവും അറിവും അധ്വാനവും ഒരുമിച്ചപ്പോൾ ലോകം അദ്ദേഹത്തെ ഒറക്കിൾ ഓഫ് ഓമഹ, ഓമഹയുടെ പ്രവാചകൻ എന്ന് വിളിച്ചു. എന്നാൽ ജീവിതം വിജയികളുടെ കഥകൾ മാത്രമല്ല പറയുന്നത്. ചില പരാജയങ്ങളുടെ കഥകൾ അതിലും വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. 1990കളുടെ അവസാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ കമ്പനിയായിരുന്ന നോക്കിയയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു കാലത്ത് മൊബൈൽ ഫോൺ എന്നാൽ നോക്കിയ എന്നായിരുന്നു ലോകത്തിൻ്റെ ധാരണ. നോക്കിയ ഫോൺ ഇല്ലാത്തവർ വളരെ വിരളമായിരുന്നു. പക്ഷേ ലോകം മാറിക്കൊണ്ടിരുന്നു. സ്മാർട്ട് ഫോണുകളുടെ കാലം വരികയായിരുന്നു. സ്റ്റീവ് ജോബ്സ് പോലെയുള്ളവർ ഫോണിനെ ഒരു ചെറിയ കമ്പ്യൂട്ടറാക്കി മാറ്റുന്ന പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വന്നു. നോക്കിയയ്ക്ക് അധ്വാനശേഷി കുറവൊന്നും ആയിരുന്നില്ല. ലോകത്തിലെ മികച്ച എഞ്ചിനീയർമാരും വൻ വിഭവങ്ങളും അവർക്കുണ്ടായിരുന്നു, അറിവും ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്തിൻ്റെ ആവശ്യം തിരിച്ചറിയുന്നതിന് അവർക്ക് ആകാതെ പോയി. ഫലമോ ലോകവിപണി അവരെ കൈവിട്ടുപോയി. ആ ബ്രാൻഡ് തന്നെ മറ്റൊരു കമ്പനിക്ക് കൈമാറേണ്ടതായി വന്നു. ഇപ്പോൾ നോക്കിയ ബ്രാൻഡിലുള്ള ഫോണുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഫിൻലൻഡിലെ HMD ഹ്യൂമൻ മൊബൈൽ ഡിവൈസസ് എന്ന ഒരു കമ്പനിയാണ്. നോക്കിയയുടെ മുൻ CEO സ്റ്റീഫൻ എലോപ്പ് പറഞ്ഞ ഒരു വാക്ക് ലോകമേറെ ചർച്ച ചെയ്തു. വി ഡിഡ്ന്റ് ഡു എനിത്തിങ് റോങ് ബട്ട് സംഹൗ വി ലോസ്റ്റ്. ഞങ്ങൾ ഒന്നും തെറ്റായി ചെയ്തിട്ടില്ല, എങ്കിലും എങ്ങനെയോ ഞങ്ങൾ പരാജിതരായി. യഥാർത്ഥത്തിൽ അവർ ഒരു തെറ്റ് ചെയ്തിരുന്നു. മാറുന്ന കാലത്തിനനുസരിച്ച് ആശയത്തെ പുതുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വാറൻ ബഫറ്റ് വിജയിച്ചത് ആഗ്രഹവും ആശയവും അറിവും അധ്വാനവും ഒന്നിച്ചപ്പോഴാണ്. നോക്കിയ പിന്നോട്ടു പോയത് ആ 4 ഘടകങ്ങളിൽ ഒന്നായ നവീനമായ ആശയം നഷ്ടപ്പെട്ടപ്പോഴും. നമ്മുടെ ജീവിതത്തിലും ഇത് ബാധകമാണ്. ഒരു വിദ്യാർത്ഥിക്ക് കഠിനാധ്വാനം ഉണ്ടാകാം, പക്ഷേ എന്തു പഠിക്കണമെന്ന ദിശയില്ലെങ്കിൽ ആ അധ്വാനം പാഴാകും. ഒരു വ്യവസായി മികച്ച ആശയം ഉള്ള ആളായിരിക്കാം, പക്ഷേ അതിനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാതിരുന്നാൽ പദ്ധതി തകരും. അറിവും ആശയവും ഉണ്ടായാലും പ്രവർത്തിക്കുവാനുള്ള മനസ്സില്ലെങ്കിൽ സ്വപ്നങ്ങൾ കടലാസിൽ തന്നെ ഒതുങ്ങും. ഈ 4ൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ പരാജയം വാതിൽക്കൽ കാത്തിരിക്കും. എന്നാൽ ഈ 4ഉം കൈകോർക്കുമ്പോൾ സാധാരണ മനുഷ്യർ പോലും അസാധാരണ ചരിത്രം സൃഷ്ടിക്കും. കാരണം വിജയം ഭാഗ്യത്തിൻ്റെ സമ്മാനമല്ല, അത് ഒരു നല്ല ആശയത്തിൻ്റെ ജനനവും അറിവിൻ്റെ വളർച്ചയും അധ്വാനത്തിൻ്റെ വിയർപ്പും ചേർന്നു വിരിയുന്ന ജീവിത വിജയമാണ്. ആഗ്രഹവും ആശയവും കഠിനാധ്വാനവും ചെയ്യുവാനുള്ള മനസ്സ് ഉണ്ടെന്ന ആത്മവിശ്വാസത്തോടെ, കൃത്യമായ അറിവില്ലാതെ ആരുടെയെങ്കിലും വാക്കുകേട്ട് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ പരാജയമാകും ഫലം. ഈ പറഞ്ഞത് എൻ്റെ ജീവിതാനുഭവമാണ് കേട്ടോ. ഞാൻ വായിച്ചു തീർത്ത 100 കണക്കിന് പുസ്തകങ്ങളിൽ നിന്നും, കണ്ടു നിറഞ്ഞ കാഴ്ചകളിൽ നിന്നും, കൊണ്ടറിഞ്ഞ ജീവിതാനുഭവങ്ങളിൽ നിന്നും അടർത്തിയെടുക്കുന്ന വാക്കുകളാണ് OS ടോക്സ്. അവയൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിമയോടെ നമുക്ക് പങ്കുവയ്ക്കാം. ഒരു കാര്യം ഉറപ്പു നൽകുന്നു, വഴിമറക്കാത്ത വാക്കുകൾ മാത്രമാകും നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6:30 ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കേൾക്കുക. അവ നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും എവിടെയെങ്കിലും ഒന്ന് തൊടാതിരിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നല്ല ദിവസം ആശംസിക്കുന്നു.